ഇപ്പൊ പൂച്ചയെ പോലെ നിൽക്കുന്നുണ്ടല്ലേ? വേണ്ട ഓറഞ്ച് വേണ്ട, ഇപ്പൊ പറിച്ചെടുത്ത ഫ്രഷ് ഓറഞ്ച് ആണല്ലോ. ഇതാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. പിന്നെ അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഓക്കെ അമ്മ പോയിട്ട് വരട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വട്ടവടയിലെ ചെലന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് 2025 ജനുവരി 1 ന്യൂ ഇയർ ആണ്. അപ്പോൾ 2025 തുടക്കം തന്നെ വട്ടവടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ആരംഭിക്കുന്നത്. യെസ്, കണ്ടില്ലേ, ഇന്നലെ രാത്രി വന്ന് സ്റ്റേ ചെയ്ത് വിടുകയാണ്. എൻ്റെ ഫ്രണ്ട് കൽപ്പനയുടെ മറയൂരുള്ള കൽപ്പനയുടെ വീട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ. നല്ല ക്ലൈമറ്റാണ് ഇന്ന്. തണുത്തിട്ടേ സംസാരിക്കുമ്പോൾ തണുക്കുന്നുണ്ട്. പക്ഷെ മഞ്ഞൊന്നുമില്ല, കണ്ടില്ല, കാണിച്ചു തരാം. ഇവിടെയാണ്, ഇതാണ് കൽപ്പനയുടെ വീട്. ഇതാ ഇതിൻ്റെ മേലോട്ടെല്ലാം മലയാണ് കേട്ടോ, ഫുള്ള് മലയാണ് ഇതിൻ്റെ മേളിൽ. ഇന്നലെ അല്ല മെനിഞ്ഞാന്നൊക്കെ ഇവിടെ മഴയായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് മഞ്ഞ് കുറവാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ യൂക്കാലി മരങ്ങളാണ് കേട്ടോ. നമ്മൾ വട്ടവട പോകുന്ന വഴിക്കൊക്കെ കാണുന്ന യൂക്കാലി മരങ്ങളാണ്. ഇവിടെ മൊത്തം യൂക്കാലിയാണ് അവർ നട്ടേക്കുന്നത്. താഴെ ക്യാമ്പിങ്ങിൻ്റെ റിസോർട്ടൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ എടുത്തൊക്കെ താഴത്തെ റിസോർട്ടിലാണ്. റിസോർട്ടിലെ ചെറിയൊരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സ്പോട്ട് കൊള്ളാം. നല്ല തണുക്കുന്നുണ്ട്, കൈയൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. ഇവിടെ വട്ടവടയിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഈ സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിരാവിലേക്ക് 7 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇന്ന് ഇതിൻ്റെ തണുപ്പ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗായ്സ്, ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വട്ടവടയിൽ നിന്ന് തുടങ്ങാം. ഇന്നലെ നമ്മൾ വട്ടവടയിലെ കുറച്ച് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇന്നലെ ചിലന്തിയാർ ഗ്രാമത്തിലെ, അതായത് ഇവിടുത്തെ വെള്ളച്ചാട്ടമുണ്ട്. ചിലന്തിയാർ വെള്ളച്ചാട്ടം അടിപൊളിയാണ്, അവിടെ കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ തണുപ്പത്ത് കുളിക്കാനും ഞാൻ നിൽക്കില്ല. പിന്നെ അവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഇവിടുത്തെ ഒന്നുകൊണ്ട് കാഴ്ചകൾ കണ്ടിട്ട് പോവാം. കണ്ടില്ലേ, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ, ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഈ നിൽക്കുന്നത് ഓറഞ്ച് മരം കേട്ടോ. ആദ്യമായിട്ടാണ് കേസ് ഞാനൊരു ഓറഞ്ച് മരം കാണുന്നത്. കണ്ടില്ലേ, ഇതാണ് ഓറഞ്ച് മരവും. ഓറഞ്ചിൻ്റെ ചെറിയ കായതാ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഓറഞ്ചാണ്. ഇതാ അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ, വലിയ ഓറഞ്ച് ഇതാ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. താഴേക്ക് ഉണ്ട്, താഴേക്ക് നിൽക്കുന്ന ഓറഞ്ചാണ് ഈ നിൽക്കുന്നത്. അത് ഇതൊക്കെ ഇവിടെ ഒരു കുഞ്ഞനിരിക്കുന്നുണ്ട് കേട്ടില്ലേ. ഹായ്, ഇവനാണ് ഇന്നലെ എന്നെ കുരച്ചുകൊണ്ട് വരാൻ പറ്റിയത്. ഇപ്പം കണ്ടില്ലേ, കയ്പ്പനായിട്ട് വന്നവൻ ഇപ്പം പൂച്ചയെ പോലെ നിൽക്കുന്നുണ്ടല്ലേ. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഓറഞ്ചാണ് കേട്ടോ, ഓറഞ്ചൊക്കെ അതിനകത്ത് നിൽക്കുന്നുണ്ടല്ലേ. കണ്ടോ, ഇതൊക്കെ ഓറഞ്ചാണ്. വിറയ്ക്കുന്നുണ്ടല്ലോ. അവിടെ ഇരുന്നു. ഐസ്, നമ്മൾ നേരത്തെ കണ്ടില്ല ഈ ചെടി, ഇത് കാപ്പിയാണ് കേട്ടോ. ഇത് കാപ്പിയുടെ കുരുവാണ് കേട്ടോ, ഇങ്ങനെ വിളഞ്ഞ് പഴുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കാപ്പിയാണ്. ഇതെല്ലാം ഇതാണ് കാപ്പിക്കുരു ഉണ്ടല്ലേ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതാണ് ഞാൻ നേരത്തെ എനിക്ക് ഏതോ ഒരു ചെടിയെന്ന് ഞാൻ പറഞ്ഞത്. ഗായ്സ്, വട്ടവടയിലെ ചിലന്തിയാറാണ് കേട്ടോ ഉള്ളത്. ചിലന്തിയാർ ജംഗ്ഷനിൽ നിന്നും ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും കൂടെ കൽപ്പനയുടെ അച്ഛനും ഉണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗസൊക്കെ ഇട്ടായിരിക്കും, നല്ല തണുപ്പുണ്ട്. കണ്ടില്ല, ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, കയ്യും കാലമൊക്കെ നല്ല കുളിരുന്നുണ്ട്. ഇതല്ലേ പളനിസ്വാമിയുടെ കട. ഒരു ഹായ് പറയൂ. ഇന്ന് ഇതിനെ ഇച്ചിരി വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെയിൽ കൊള്ളുമ്പോൾ ഒരു ആശ്വാസം, നല്ലൊരു സുഖമുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ നിൽക്കുന്നത് ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിൻ്റെ, അതായത് വാട്ടർഫോൾസിൻ്റെ അടുത്താണ് കേട്ടോ. ഈ കംപ്ലീറ്റ് റോഡ് നമ്മൾ വന്ന് ഓഫ് റോഡാണ്. ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഫുൾ ഓഫ് റോഡ്. ഇതുപോലത്തെ ചെളിയും ഒക്കെയുള്ള റോഡിൽ കൂടെയായിട്ട് വന്നത്. ഒരു ചിലന്തിയാർ ഒരു ചെറിയൊരു ജംഗ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5-2 കിലോമീറ്ററിനകത്തെ വരാനേ ഉള്ളൂ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. കെയർഫുള്ളായിട്ട് വരാനേ പറ്റുള്ളൂ. ജീപ്പും അതുപോലെ ബൈക്കും മാത്രമേ ഇങ്ങനെ കയറി വരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എഫീസറും കൊണ്ട് മൊത്തം കാട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. മൊത്തം ഓഫ് റോഡായിരുന്നു. അപ്പോൾ ഞാനും കൽപ്പനയുടെ അച്ഛനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനുള്ള പരിപാടിയിലാണ്. താഴെയാണ് കേട്ടോ ചിലന്തിയാർ വാട്ടർഫോൾസ്. നമ്മളിതാ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് കാടിൻ്റെ അന്തരീക്ഷമാണ്, ഫുള്ള് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ നമ്മൾ വായുന്ന പുകയൊക്കെ വരില്ലേ, ആ തരത്തിലുള്ള തണുപ്പാണ്. അത്
നല്ല വഴുക്കലുണ്ട്, ഫുള്ള് ചെളി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല വഴുക്കലുണ്ട്. ഞാനാണെങ്കിൽ സ്ലിപ്പറാണ് ഇട്ടേക്കണം. ഇതാണ് കേട്ടോ ചിലന്തിയാർ വാട്ടർഫോൾസ്. നിങ്ങളൊരു വഴി കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കണം, കുറച്ച് ലാസ്റ്റാണ്. ഇങ്ങനെ തടിയിൽ കൂടെ കയറി വേണം വരാൻ. അവിടെ നിന്ന് കണ്ടില്ലേ? അതെ, സ്ലിപ്പായി കഴിഞ്ഞാൽ പോയി. ഞാനാണെങ്കിൽ സ്ലിപ്പറായിട്ടിരിക്കണം. ചിലനേരം വാട്ടർഫോൾസ് കണ്ടു. അതിൻ്റെ തൊട്ടടുത്തൊരു കേവ് ഉണ്ട്, അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കണേ ഇപ്പോൾ. കണ്ടില്ലേ, ഇതെല്ലാം യൂക്കാലി മരങ്ങളാണ്. നമ്മൾ വട്ടവടയിലേക്ക് വരുന്ന വഴിക്ക് കണ്ടില്ലേ, അത് തന്നെയാണ്. ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്ന കേട്ടോ ആൾക്കാർ. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ വട്ടവട ചിലന്തിയാർ ഭാഗത്ത് ഫുള്ള് യൂക്കാലിയാണ്. നല്ല യൂക്കാലിയുടെ മണം വരുന്നുണ്ട്. കണ്ടോ, മുന്നിലുള്ള വഴികളുണ്ട്, ഇങ്ങനെ ടാസ്ക് വഴികളാണ്. അവിടെ ഫുള്ള് കല്ലും പാറയൊക്കെയാണ്. അയ്യോ, അതെ അതെ അതെ, സൂപ്പറായിരിക്കും. നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. ഒരു ഗുഹയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അതെ, ലൈറ്റ് അടിച്ച് നോക്കിയാൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഒന്നും കാണാൻ വയ്യ ഗൈസ്. ഒട്ടയൊക്കെ ഉണ്ടാവൂലേ? ഇതുവഴി കയറാം. ഇതുവഴി കണ്ടില്ലേ, ടാസ്ക് വഴിയാണ്. കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അപ്പുറത്ത് കയറാം. കൊണ്ടാ, ഓ, ഇത് ഹിഡനായിട്ടുള്ളൊരു സ്പോട്ടാണ് കഴിച്ചത്. അങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെളി പായസം പോലെ കിടക്കുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. വേറെ തിരിച്ചിറങ്ങാൻ. ഗൈസ്, ഒരു ഹിഡൻ സ്പോട്ട് കിട്ടി കേട്ടോ, ചിലന്തിയാർ. ഓ, അടിപൊളി സ്പോട്ട് ഗൈസ്. ഓ, കണ്ടില്ലേ, അടിപൊളി ഒരു വ്യൂ. ഇതും ഇവിടെ ചെറിയ ഒരു വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലം. അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുവഴി കയറി അപ്പുറത്ത് പോവാം. ഗൈസ്, അപ്പുറത്തൂടെ കയറിയില്ല. നേരത്തെ കണ്ടില്ലേ ഗുഹ, അതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇതുവഴിയും ഇറങ്ങി വരാം. ഓക്കെ, കയറി വരുന്നുണ്ട് അകത്തുനിന്ന്. എനിക്ക് ഓർമ്മ പറഞ്ഞത് നേപ്പാൾ പോയ സമയത്ത് ഞാൻ ഗുഹയ്ക്കകത്തൊരു ഇഴഞ്ഞ് കയറി വന്ന് ഒരഞ്ഞൊക്കെ വന്നതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറില്ല. ആ മലയുടെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റൂല്ലേ? ഒരു പരിധി വരെ കാണാം. മൊത്തം യൂക്കാലി മരങ്ങളാണ്, ഫുൾ കാട്. പിന്നെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല, അതുകൊണ്ട് സേഫായിട്ട് നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റും. നല്ലൊരു സ്പോട്ടാണ്. ചിലന്തിയാർ വാട്ടർഫോൾസ് അങ്ങനെ ചെറുതൊന്നുമല്ല, ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് കണ്ടില്ല, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ എത്തി. കാരണം ഇവിടെ കുളിക്കാനൊക്കെ അടിപൊളി, നല്ല സേഫാണ്. അധികം ആഴമൊന്നുമില്ല, നല്ല അടിപൊളി ആയിട്ടൊന്ന് കുളിക്കാൻ, നല്ല ചില്ല് ചെയ്യാൻ പറ്റുന്ന പ്ലേസ്. അമ്മോ, ഐസ് വാട്ടർ ഫ്രീസറിൽ വെച്ച് വെള്ളം പോലുണ്ട്. അയ്യോ,
തല കഴുത്തായി. പാൻറ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിയില്ല, അങ്ങനത്തെ ഒരു ഐസാണ്. ഓ വരച്ച്. ഈ വെള്ളം കണ്ടോ, ഇത് മണ്ണിനടിയിൽ കൂടെ വരുന്നതാണ്. പക്ഷേ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ പോകുന്നു. ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടല്ലോ, ഇതിൻ്റെ മേളിലൊക്കെ തറയുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ പണ്ട് മുതലേ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടമാണ്, വെള്ളമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കണ്ടോ, ഈ പാറയുടെ അടിയിൽ കൂടെ വരുന്നതാണ്. അങ്ങനെ ചിലന്തിയാർ വാട്ടർഫോൾസ് കണ്ടു. അടിപൊളി കേട്ടോ. നല്ല തണുപ്പാണ്. തണുപ്പില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. അധികം ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, മൊത്തം പാറകളാണെന്നേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് വെള്ളം തങ്ങി നിർത്താൻ വേണ്ടി ഒരു ചെക്ക് ഡാം കെട്ടുന്നുണ്ട്. ഓ, അങ്ങനെ ചിലന്തിയാർ വാട്ടർഫോൾസിൽ നിന്ന് ഞാൻ നേരെ തിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതൊക്കെ ഏലം കേട്ടോ, ഏലക്കായുടെ ചെടിയാണ്, ഏലച്ചെടിയാണ് ഇതൊക്കെ. ഇതും എന്താ ഈ കാണുന്നൊക്കെയും ഏലത്തിൻ്റെ ചെടികളാണ്, കണ്ടില്ലേ ഗൈസ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ടല്ല, വട്ടവട പാഷൻ ഫ്രൂട്ടാണ്, അതിൻ്റെ തൈയാണ് കേട്ടോ. ഇവരെനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു. ഞാൻ ഇന്നലെ നൈറ്റ് കഴിച്ചു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്, നമ്മുടെ നാട്ടിലെ പോലെ പുളിപ്പുള്ളതല്ല, നല്ല മധുരം മാത്രമേ ഉള്ളൂ അതിനകത്ത്. മലയാ ഗൈസ്, അതിൻ്റെ മേളിൽ മലയുണ്ട്, അതിൻ്റെ മേളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാം, ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. വണ്ടി ടോപ്പിൽ ആ ടെന്നിങ് ഒക്കെ ഉണ്ടല്ലേ, ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടല്ലേ. താലിമല ഇന്നലെ വട്ടവടയ്ക്ക് വന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ റേസ് ചെയ്യുന്ന സമയത്ത് ചെയിനിലൊരു ടക്ക് ടക്കെന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും എന്താ ഈ റോഡ് പോയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ചേട്ടടുത്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെയിനൊന്ന് ടൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ ക്ലീനിങ്, എന്തെങ്കിലും അഴുക്കെല്ലാം കയറിയിരിക്കുന്നുണ്ടെന്ന് അറിയില്ലാണ്ടല്ലേ. ഇവിടെ ചെയിൻ ലൂബ് ചെറിയ ഗ്രീസിങ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ദൂരം ഓടാനുള്ളതാണ്. അപ്പം ഇപ്പോൾ ഭയങ്കര ടക്കടക്കെന്ന് ഇങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ നല്ല ഹൈറ്റിൽ കയറുമ്പോഴും ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇട്ട് നല്ലപോലെ റേസ് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ടുണ്ട്. ചെയിൻ ലൂബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യും. ഈ ചെടിയൊക്കെ കയറിയിട്ടായിരിക്കും. ആ മലയില്ലേ, പൂവാർച്ചോല മല എന്നാ പേര്. ആ മലയുടെ താഴെയാണ് കേട്ടോ നമ്മൾ ഇന്നലത്തെ ദിവസം രാത്രി സ്റ്റേ ചെയ്തത്. കൽപ്പനയുടെ വീട് അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററോളം ഉണ്ട്, 3 കിലോമീറ്ററോളം ഉണ്ട്. അല്ലേ, മറയിൽ നിർത്തപ്പോൾ തൊട്ട് മീറ്റർ വർക്ക് ചെയ്യണില്ല. പിന്നെ ഞാൻ ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് വർക്ക് ചെയ്യണില്ലേ ഓൾമോസ്റ്റ്. അപ്പോൾ ഇപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായതുണ്ടല്ലോ, ഇവിടുത്തെ വയറ് കട്ടായി കിടക്കാനുണ്ടല്ലേ. വയറ് കട്ടായിപ്പോൾ അതിന് വയറ് മാറ്റണം. അതിന് പിന്നീട് എപ്പോഴെങ്കിലും മാറ്റാം, പോകുന്ന വഴിക്ക് മാറ്റാം, അല്ലെങ്കിൽ അടിച്ചെന്നിട്ട് അതിനെ മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചിലന്തിയാർ വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്നിട്ട് ഇപ്പോൾ കുളിച്ച് റെഡിയായി. ഇവിടെ അമ്മ ഇപ്പോൾ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി തന്നു എനിക്ക്. കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് ഞാൻ എന്തായാലും ചിലന്തിയാറിൽ നിന്ന്, അതായത് വട്ടവടലിൽ നിന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ വീണ്ടും വരും. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുകയും അതുപോലെ അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ കൂടെ വരികയും ചെയ്ത് ഇവരൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്തായാലും മിസ് ചെയ്യും. സോ ഇതാണ് കേട്ടോ വട്ടവട ചിലന്തിയാർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നാട്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള നാടാണ് കേട്ടോ. ഗൈസ്, ഇതാ ചോറും ചിക്കൻ കറിയായിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം 11:20 രാവിലെ. ആണല്ലേ, തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറിയാണ് അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മ തമിഴ്നാട് സ്റ്റൈലല്ല ഉണ്ടാക്കണേ. തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറിയും ചോറും കേട്ടോ. കഴിച്ചു നോക്കാം. നമ്മളെ സ്ഥിരം ഉണ്ടാക്കുന്ന അതുപോലെ അല്ല, കുറച്ചുകൂടെ നല്ല ഫ്ലേവറാണ് കേട്ടോ കറിക്ക്. കൊള്ളാം, സൂപ്പറമ്മ കറി. ഗൈസ്, നമ്മളടുത്തിന് ഓറഞ്ച് പറിക്കാൻ വേണ്ടി പോവാണ്, കാണിച്ചു തരാം.
ഗൈസ് നമ്മളിപ്പോൾ ഓറഞ്ച് പറിക്കാൻ വേണ്ടി പോകണം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഓറഞ്ച് മരമാണ്. ഇതാ ഇവിടെയൊക്കെ നിൽക്കുന്നൊക്കെ ഓറഞ്ചാണ്. അതാണ്ടില്ലേ ഓറഞ്ച്, ഈ നിൽക്കുന്ന എല്ലാം ഓറഞ്ചാണ് കേട്ടോ. 1 2 ഇവിടെ ഫുള്ള് ഓറഞ്ചാണ്. സബർജില്ലി അല്ലേ? ഇത് സബർജില്ലി മരം, കാണാത്തവർക്ക് വേണ്ടി കണ്ടോ. ഇവിടെ ഓറഞ്ചൊക്കെ വിളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഓറഞ്ചുണ്ട്. തറയിലൊക്കെ വീണ് കിടക്കുന്നുണ്ടല്ലോ കുഞ്ഞൊക്കെ തറയിലൊക്കെ. അതെ അതെ കണ്ടില്ലേ, ഇത് ഫുള്ള് അത്യാവശ്യം നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാൻ കണക്കുന്നതാ നിൽക്കുന്നുണ്ട്. കണ്ടോ, കണ്ടില്ലേ ഇവിടെ ഫുള്ളുണ്ട്. അതെ എടുക്കണേ. ആ എനിക്ക് 2 3 മതി, ഒരുപാടൊന്നും വേണ്ട. ഇതെടുക്കാം അല്ലേ? വേണ്ടോ, ഓറഞ്ച് വേണ്ടോ? ഇപ്പോൾ പറിച്ചെടുത്ത ഫ്രഷ് ഓറഞ്ച് ആണല്ലോ. ഇപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കാനും കൊള്ളാം. ഇത് വിളഞ്ഞല്ലേ? ആ വിളഞ്ഞ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഇണിഞ്ഞെടുക്കുമ്പോഴേ പെട്ടെന്ന് കയ്യിൽ വരും. പൊട്ടിച്ചെടുക്കാം അല്ലേ? മതി 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 മതി, ഇത്രയും മതി, ഇത്രയും മതി. ഇത് വേണ്ട, മതി മതി മതി. നിർത്തിക്കും നിർത്തി. ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ആമാ ഇത് ക്യാമറ ഒന്ന് പിടിക്കും. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചേക്കും. ഉണ്ടല്ലേ? കണ്ടോ, കാണിച്ചു തരാം. ഇത് പിടിച്ചോ. കണ്ടോ ഗൈസ്, ഇതാണ് ഓറഞ്ച്. നമ്മളിപ്പോൾ പറിച്ചെടുത്ത് ഓറഞ്ച് കേട്ടോ. കണ്ടോ, ഫ്രഷ് ഓറഞ്ച്. ഇന്നലെ നമ്മൾ ക്യാരറ്റ് ഫ്രഷായിട്ട് പിഴുതെടുത്തതുപോലെ ഫ്രഷ് ഓറഞ്ച്. മധുരം ഒരു മീഡിയം സൈസ്, ഒരുപാട് മധുരമല്ല, പക്ഷെ മധുരമുണ്ട്, പുളിയൊന്നുമില്ല. ആ മഴ ആയതുകൊണ്ട് മധുരം ഇച്ചിരി കുറവാണ്, പക്ഷെ പുളിയൊന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ മധുരം കുറയും. മഴയില്ലാതെ ഒരു 3-4 ദിവസം നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. മധുരം കുറവെന്ന് പറഞ്ഞാൽ തീരെ കുറവെന്നല്ല ഞാൻ പറഞ്ഞത്, മധുരമുണ്ട്. നല്ല വിളഞ്ഞു, നല്ല പഴുത്ത ഓറഞ്ചാണ്. ഓറഞ്ചിനൊക്കെ ഇവിടെ 100 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. പിന്നെ പാഷൻ ഫ്രൂട്ടിന് നല്ല റേറ്റ് ഉണ്ട്, 200-250 രൂപ വരെ റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബബ്ലു ഉണ്ട്, ബബ്ലു കൂടെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ വന്നതാണ്. പാഷൻ ഫ്രൂട്ട് ഒന്ന് ഓറഞ്ച് പറിക്കാൻ വന്നതാണ്. കണ്ടില്ലേ, പാഷൻ ഫ്രൂട്ടൊക്കെ നേരത്തെ പറിച്ച് വെച്ചതാണ്. ആണല്ലേ? ആ കുറച്ച് മുമ്പേ പറിച്ച് വെച്ചതാട്ടോ പാഷൻ ഫ്രൂട്ട്. ഇതാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. നല്ല മധുരമുള്ള, നമ്മുടെ നാട്ടിലെ പോലത്തെ പുളിപ്പുള്ള റൗണ്ടല്ല, ഇതൊരു വേറെ പോലെ മുട്ട പോലെ ഇരിക്കുന്ന, മുട്ടയുടെ ഷേപ്പ് പോലെ ഇരിക്കുന്ന പാഷൻ ഫ്രൂട്ട്. നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് രണ്ടും കൊണ്ടാണ് കേട്ടോ ഞാൻ പോകാൻ പോണത്. കൊള്ളാം. അതെ തന്നെ കിടച്ചാ പോകും. കണ്ടല്ലോ, ഒരു ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇവിടെ കണ്ട് ഇവർ എന്നെ വീടിനകത്തൊക്കെ തന്നെ രാത്രി കിടന്നു. ഇവർ ടെൻ്റ് അടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഒത്തിരി സന്തോഷം. പിന്നെ അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഓക്കെ അമ്മ, പോയിട്ട് വരട്ടെ. ബബ്ലു പോയിട്ട് വരട്ടെ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. കാരണം വെച്ചാൽ ഇന്നലെ വൈകുന്നേരം വന്നു. ഇനി എന്തായാലും ഉറപ്പായിട്ടും അടുത്ത തവണ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ, കൽപ്പനയുടെ വീട്ടിലേക്ക്. ഓക്കെ ബൈ, താങ്ക് യു. I see perfection and a heart of gold. Always got my attention. Beautiful soul. കൽപ്പനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. അവരൊക്കെ മേളിലുണ്ട്. ടാറ്റാ ടാറ്റാ. ഓക്കെ ഓട്ടാപ്പോ ഇറങ്ങാ. ആ പോയിട്ടാ. എന്തായാലും സന്തോഷം. ഓക്കെ വീഡിയോ കുറച്ച് ലേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല, ഇട്ടേക്കാം. നമ്പർ പറയാം ഗൈസ്. നമ്മൾ വന്നത് ഇന്നലെ ഫുള്ള് ഇതുപോലുള്ള റോഡിൽ കൂടെ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലുള്ള ഫുള്ള് ഓഫ് റോഡും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റോഡ് ഉണ്ടാവും. പിന്നെ ഫുള്ള് കുണ്ടും കൂടിയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഓഫ് റോഡായിരുന്നു നമ്മൾ ഇന്നലെ വന്നത്. ഇന്നും ആ വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റ് കൂടെ കണ്ടിട്ട് നേരെ തിരിച്ച് മൂന്നാർക്ക് പോകണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇനിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.